ഹലോ നമസ്കാരം. അങ്ങനെ ലാവോയിലെ രണ്ടാം ദിവസം ആരംഭിക്കുകയാണ്. നമ്മളിന്ന് വിയന്റിയനിൽ നിന്ന് നേരെ ലുവാങ് പ്രഭാങ്ങിലേക്കാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി. ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അതിന് ബാറ്ററി സെൽഫ് എടുക്കുന്നില്ല. ഹോട്ടലിൽ വെച്ച് തന്നെ അത് മനസ്സിലായതുകൊണ്ട് നേരെ ഫോർക്കിലേക്ക് പോയി. പുള്ളിയുടെ ഷോപ്പ് അവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പുള്ളിയെ വിളിച്ച് പറഞ്ഞു, പുള്ളി പറഞ്ഞാൽ തന്നെ വന്നു അവിടെ. അങ്ങനെ വേറൊരു പുതിയ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തതായാലും ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഈ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ കിക്ക് സ്റ്റാർട്ടറിനെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ഏതായാലും പുതിയ ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്ത് അവിടെ നമ്മൾ ഇറങ്ങി. Thank you. Thank you for the support. I'll call you. സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് ഒന്നും കാര്യമായിട്ടില്ല. റോഡൊക്കെ ഓൾമോസ്റ്റ് കാലിയാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നേരെ ഇവിടുന്ന് 370 കിലോമീറ്ററാണ് കാണിക്കുന്നത്. മാപ്പിനകത്ത് ബൈ ഡീഫോൾട്ട് 4 വീലർ സെലക്ട് ചെയ്താവും. അതുകൊണ്ട് നേരെ നമ്മളൊരു എക്സ്പ്രസ് ഹൈവേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ വിയന്റിയനിൽ നിന്ന് ചൈനയുടെ സപ്പോർട്ടിൽ ഒരു വലിയൊരു എക്സ്പ്രസ് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ ലെങ്ത് വാങ്വിയങ് വരെയാണ്. അത് ഫർദർ കൺസ്ട്രക്ഷൻ നേരെ ചൈനയിലേക്കുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ നമുക്ക് 2 വീലറിന് കയറാൻ പറ്റിയില്ല. ആദ്യത്തെ ടോൾ ഗേറ്റ് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ടോൾ ഗേറ്റിലെ ആൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് പിന്നെ പുറകോട്ട് പോന്നു. Wangbiang. Okay. How do I go from there? ഒരു 10 കിലോമീറ്ററോളം അങ്ങനെ രാവിലെ വേസ്റ്റാക്കി. അവിടുന്ന് കുറച്ച് 2 കിലോമീറ്റർ പുറകോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു ചെറിയൊരു കട്ട് റോഡുണ്ട്. ആ റോഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ പഴയ ഹൈവേ പിടിക്കാം. അതിൻ്റെ പേരാണ് ഹൈവേ നമ്പർ 13. അതാണ് പണ്ട് മുതലുള്ള റോഡ്. അവിടെ പിന്നെ ടോളൊന്നുമില്ല. ചെറിയ വണ്ടികളൊക്കെ കൂടുതൽ ആ റോഡിലാണ് പോണത്. അപ്പം അങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴി ഇച്ചിരി മോശമായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് എത്തിപ്പെട്ടു. അതൊരു ആദ്യത്തെ ഒരു 100 കിലോമീറ്ററോളം വലിയ കുഴപ്പമില്ല. ഇപ്പം വിയന്റിയനിൽ നിന്ന് വാങ്വിയങ്ങിലേക്ക് ഓൾമോസ്റ്റ് 150 കിലോമീറ്റർ ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ഒരു 100 കിലോമീറ്റർ ഇതുപോലുള്ള നല്ല ഡബിൾ ലൈനാണ്. ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാര്യമായ ട്രാഫിക് ഒന്നുമില്ല. അങ്ങനെ നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി റോഡ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു ആവറേജ് ഒരു 75-80 കിലോമീറ്ററിൽ നല്ല റിലാക്സ് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോവാം. ഇവിടെ കുറച്ച് സൂപ്പർ ബൈക്കേഴ്സ് പാഞ്ഞു പോകുന്ന കണ്ടു. എനിക്ക് തോന്നുന്നു വല്ലോ ലുവാങ് പ്രഭാങ്ങിലോ അല്ലെങ്കിൽ വാങ്വിയങ്ങിലേക്ക് വല്ലോ സിറ്റിയിൽ നിന്നുള്ള റൈഡ് പോയിട്ട് തിരിച്ചു വരുന്ന ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. 100 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ റോഡ് കുറച്ച് മോശമാവും. ആക്ച്വലി ഒരു 370 കിലോമീറ്ററാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിലെ. പക്ഷേ പ്രശ്നം ഈ 100 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു 270 കിലോമീറ്റർ നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ള റൂട്ടാണ് കേട്ടേക്കുന്നത്. അതുകൊണ്ട് ഏതായാലും ഇരുട്ടുന്നതിന് മുമ്പ് ലുവാങ് പ്രഭാങ്ങിലെത്താമെന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. റൈഡ് എങ്ങനെ പുരോഗമിക്കുന്നതനുസരിച്ച് അത് നമുക്ക് തീരുമാനിക്കാൻ പതുക്കെ. ഇത്തവണ നമ്മൾ കൂടുതൽ ബ്രേക്കൊന്നും എടുത്തില്ല. ആദ്യത്തെ ബ്രേക്ക് തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തത്. ആദ്യത്തെ 100 കിലോമീറ്ററിൻ്റെ നല്ല സ്ട്രെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം കൂടുതലും ബാർഡർ റോഡൊക്കെയാണ്. കൂടുതലും പ്ലെയിൻസ് ആണ്. അങ്ങനെ ഹില്ലി ടെറൈൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പം കൂടുതലും നിരപ്പായ സ്ഥലങ്ങളാണ്. ഒരു 150 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കാണ് കൂടുതലും ഹില്ലി ടെറൈനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Where are you from? Oh, good. India. Where are you going? Just traveling around now. Oh, okay. Luang Prabang. Oh, I am going to Luang Prabang. Yeah. See you. Bye. ഇടയ്ക്ക് ഒരു ഫ്രഞ്ചുകാരത്തി സൈക്കിളിൽ പോകണമുണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങനെ ലാവോയിൽ കൂടെ സൈക്കിൾ ട്രിപ്പ് പോവാണ്. അപ്പം ഇന്ന് വാങ്വിയങ്ങി നിൽക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് സ്ലോ ചെയ്തവരോട് കുറച്ച് സംസാരിച്ചു. ഒറ്റയ്ക്കും പൊട്ടയ്ക്കും അവിടെ എവിടെയൊക്കെയുള്ള വീടുകളൊക്കെ. ബാക്കി ഇങ്ങനെ ഒരു പഴയ ഒരു കൺട്രി സൈഡ് ഫീലാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് ബ്രേക്ക് എടുത്തു. പെട്രോൾ ഫില്ല് ചെയ്യാനായിരുന്നു. അപ്പോൾ ഫുൾ ടാങ്കൊക്കെ അടിച്ച് അവിടെ ചെറിയൊരു കൺവീനിയൻസ് സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഐസ് ടീ ഒക്കെ മേടിച്ച് കുടിച്ചു. അവിടെ 10 മിനിറ്റ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ട്രാഫിക് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ വാനുകളും പിന്നെ പിക്കപ്പ് ട്രക്കുകളും അങ്ങനെയുള്ളതല്ല. ചെറിയ കാറുകളൊക്കെ വളരെ വിരളമേ ഉള്ളൂ. ഈ ലോക്കൽ വില്ലേജസ് ഒക്കെ പോണ വല്ല 2 വീലറും അതുമൊക്കെ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ചെറിയ 1-2 എന്താ പറയുക കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പതുക്കെ ഹില്ലി ടെറൈനിലേക്ക് കയറി. പ്ലെയിൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതലും വളവും തിരിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് സ്പീഡും കുറച്ച് കുറയും. എന്നാലും ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്കൊരു 50-60 ഒരു ആവറേജ് വെച്ച് പതുക്കെ പോവാം. വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ ഒരു 80കളുടെ അവസാനമുള്ള നമ്മുടെ നാട്ടിൻപുറത്തോടെ പോകുന്നതൊക്കെ ഒരു പ്രതീതിയാണ്. അങ്ങനെ മോഡേൺ സ്റ്റൈലിഷ് വീടുകളൊക്കെ അധികം കാണാനില്ല. കൂടുതലും ഓടുമേഞ്ഞതും അല്ലെങ്കിൽ ഷീറ്റ് അല്ലെങ്കിൽ ടിൻ റൂഫൊക്കെ ഉള്ള ടൈപ്പ് വീടുകളും കെട്ടിടങ്ങളും ഒക്കെയാണ് കൂടുതലും ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്നത്. നമ്മുടെ ബൈക്കിന്
ഹാൻഡിൽ ലോക്ക് ഇല്ല. അപ്പോൾ നമ്മുടെ ഫോർക്കാരൻ പറഞ്ഞായിരുന്നു എവിടെന്നെങ്കിലും ഒരു പാഡ് ലോക്ക് മേടിച്ച് ലോക്ക് ചെയ്തോ കുഴപ്പമില്ല, അതിൻ്റെ ക്യാഷ് പുള്ളി എടുത്തോളാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ 1-2 കടയിലൊക്കെ തിരക്കിയിട്ടും പാഡ് ലോക്ക് കിട്ടിയില്ല. ഏതായാലും ഇനിയിപ്പം ലുവാങ് പ്രഭാങ്ങിൽ ചെന്ന് കഴിഞ്ഞ് അത് സിറ്റി ആയതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പാഡ് ലോക്ക് നോക്കാമെന്ന് വിചാരിച്ച് വീണ്ടും അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് നല്ല കുഴികളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം XR250 ആയതുകൊണ്ട് നമുക്ക് എണീറ്റ് നിന്നൊക്കെ കുഴിയൊക്കെ ചാടിച്ചുകൊണ്ട് പോകാം. സ്ലോ ചെയ്യേണ്ട കാര്യമില്ല. നല്ല സ്ട്രോങ് ആണ് സസ്പെൻഷനും. ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടിക്ക്. ആകപ്പാടെ ലഗേജൊക്കെ ഉൾപ്പെടെ നമുക്ക് 145 കിലോ വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മളൊരു 1 മണിയോടുകൂടി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് വഴിയിൽ റോഡ് സൈഡിൽ കണ്ട ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ നിർത്താൻ കാരണം ഒരു ഭാഗത്തൊക്കെ തന്നെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്യുക സാധനങ്ങളെ, പോർക്ക്, ബീഫ്, ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് റൈസോ നൂഡിൽസോ എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിക്കാം. അപ്പം അതിൻ്റെ പുറകോട്ട് ഒരു നല്ല നദിയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയ. ആരും ഇല്ലായിരുന്നു, ഉച്ച സമയമുണ്ടോ എന്നറിയില്ല. വേറെ ആരും തന്നെ ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കസ്റ്റമറായിട്ട്. ലഞ്ച് ടൈം. അവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്നത് താറാവാണ്. 2 പീസ് ഗ്രിൽഡ് ഡക്കും പിന്നെ വൈറ്റ് റൈസ് ഉണ്ട്. വൈറ്റ് റൈസും കൂടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വൈറ്റ് റൈസും ഡക്കും കൂടെയാണ് ഇന്നത്തെ ലഞ്ച്. നല്ല ഫില്ലിംഗ് ആയിരുന്നു. ലഞ്ച് ടൈം ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ 40 മിനിറ്റോളം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. സോ ലഞ്ച് ഫിനിഷ്ഡ്. 175 kilometers more to ലുവാങ് പ്രഭാങ്. 2 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചു. ഇനിയിപ്പം കൂടുതലും കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലങ്ങളായിരിക്കും വരുന്നത്. കാരണം ലുവാങ് പ്രഭാങ്ങിലേക്കുള്ള വഴിയിൽ കൂടുതലും വലിയ ഹിൽ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എലവേഷൻ കുറച്ചൊരു ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുന്നും ചെറിയ മലകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ എവിടെയൊക്കെ ആയിട്ട് റോഡിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ റോഡൊക്കെ ഇച്ചിരി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. പിന്നെ ട്രാഫിക് ഇല്ല എന്നുള്ള ഒരു ആശ്വാസം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. കുണ്ടും കുഴിയും പിന്നെ കുറച്ച് പൊടിയുണ്ട് എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ പുരോഗമിക്കുകയാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ചൈനയിലെ പ്രത്യേകിച്ച് യുനാൻ പ്രദേശത്തുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് കുടിയേറി പാർത്തത്. അങ്ങനെയാണ് ലാവോയിലെ ബേസിക് പോപ്പുലേഷൻ്റെ ഇപ്പോഴുള്ള ഒരു ബേസിക് പോപ്പുലേഷൻ്റെ ഒരു വലിയ പങ്കും ചൈനയിൽ നിന്ന് കുടിയേറി വന്നവരാണെന്നാണ് പറയുന്നത്. 1353 ഒരു കിങ്ഡം അവിടെ ഉണ്ടായത്, ലാസാങ് എന്ന് പറയും. ആ ഒരു കിങ്ഡത്തിന്റെ പേര് ലാൻഡ് ഓഫ് എ മില്യൺ എലഫൻസ് എന്നായിരുന്നു. പലതായിട്ട് ചിതറിക്കിടന്ന പല ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആ കിങ്ഡം ഉണ്ടായത്. തേരവാഡ ബുദ്ധിസം എന്ന് പറയുന്ന ആ ബുദ്ധിസ്റ്റ് ധാരയിലായിരുന്നു ആ പ്രദേശത്തെ ചിതറിക്കിടന്ന ആൾക്കാരെല്ലാം ഒന്നിച്ചു കൂട്ടി ഈ കിങ്ഡം ഉണ്ടാക്കിയത്. ഒരു 300 വർഷത്തോളം അത് നിലനിന്നെങ്കിലും പിന്നെ അത് സ്പ്ലിറ്റായി. അത് മെയിനായിട്ടൊരു 3 ടൈപ്പായിട്ട് സ്പ്ലിറ്റായി. അതിൻ്റെ ഒരു പ്രദേശം ലുവാങ് പ്രഭാങ് ഇപ്പോഴുള്ള ഒരു മെയിൻ സിറ്റിയാണ്. ഒന്ന് ലുവാങ് പ്രഭാങ്, പിന്നെ ക്യാപിറ്റലായിട്ടുള്ള വിയൻറ്റിയാൻ, പിന്നെ ചമ്പാസക്. ആ കിങ്ഡം പിന്നെ അങ്ങനെ 3 പ്രവിശ്യകളായിട്ട് പിരിഞ്ഞു പോകുമായിരുന്നു. 17-ാം നൂറ്റാണ്ട് വരെ അതങ്ങനെ നിലനിന്നത്. ഒരു 18-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടുന്ന് തൊട്ടടുത്താണുള്ള തായ്ലൻഡിൽ നിന്നുള്ള സിയാമീസ് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് കാണുന്ന ലാവോഡ് ഒരു ഏരിയ നമുക്ക് അങ്ങനെ ഒരു തായ് ഭരണകൂടത്തിന്റെ കീഴിലായി. പിന്നെ വരുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം, ഓൾമോസ്റ്റ് 1893 ഫ്രാൻസുകാർ വന്നു. അവിടെ പതുക്കെ അവർ ഫ്രാൻസിന്റെ, നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ വന്ന പോലെ ഫ്രാൻസിന്റെ ഒരു ആധിപത്യത്തിലായി അത് ലാവോ. അപ്പോൾ അവരത് ഫ്രഞ്ച് ഇൻഡോ ചൈന, മറ്റേ വിയറ്റ്നാം ഒക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് അവർ ആ വലിയ ഏരിയയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഡോ ചൈന എന്നാണ്. അപ്പം അങ്ങനെ ഇൻഡോ ചൈനയുടെ ഭാഗമായിട്ട് കുറേ നാൾ അങ്ങനെ ഭരിച്ചു, കോളനി ഭരണമായിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് കുറച്ചുനാൾ ജപ്പാന്റെ കയ്യിലേക്ക് പോയി വീണ്ടും ഭരണം. അപ്പോൾ ജപ്പാൻ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അത് ഫ്രാൻസിന്റെ തിരിച്ചെത്തി. 1953 അവസാനം ഈ ലാവോയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പക്ഷെ അന്നേരത്തേക്കും ഇവിടെ നമ്മുടെ കോൾഡ് വാറൊക്കെ തുടങ്ങിയ കാരണം ഒരു ഭാഗത്ത് അമേരിക്കയും ഒരു ഭാഗത്ത് റഷ്യനും ചേരിതിരിഞ്ഞുള്ള ഒരു സ്വാധീനം വർദ്ധിപ്പിക്കലുള്ള ശ്രമമായിട്ട് അപ്പം കോൾഡ് വാറിന്റെ എഫക്റ്റ് ഇവിടെയും വരാൻ തുടങ്ങി. അങ്ങനെ എവിടെയും ഒരു സിവിൽ വാറൊക്കെ നടന്നു. ആഭ്യന്തര യുദ്ധത്തിൽ കൂടെ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അവിടെ വന്നത്. അത് വന്നിട്ട് 1975 അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ പേരായിരുന്നു പാത്തേ ലാവോ എന്ന് പറഞ്ഞിട്ട്. അവരാണ് അധികാരം പിടിച്ചത് 75. അപ്പോൾ അതോടെ അവിടുത്തെ ഒരു ഫ്രാൻസിന്റെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ അവിടെ ഒരു മൊണാർക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മൊണാർക്കി അവർ പുറത്താക്കി.
ലാവോ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഭരണം ആരംഭിച്ചത്. അപ്പം ഹോച്ചിമിന്റെ നേതൃത്വത്തിലുള്ള വിയറ്റ്നാം സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിയറ്റ്നാമുമായിട്ട് നല്ല ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഈ ലാവോക്കാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ 75 മുതൽ ഇപ്പം അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. 90കളോടുകൂടി ഈ പറഞ്ഞ പോലെ വീണ്ടും ഓപ്പൺ ഡോർ പോളിസിയൊക്കെ വെച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലും പിന്നെ ആസിയാനിലൊക്കെ മെമ്പറായി ഇപ്പോൾ കുറച്ച് ലിബറലൈസേഷനും എക്കണോമിക് ഡെവലപ്മെന്റും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഗ്രാമങ്ങളിലേക്കൊക്കെ പോയാൽ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. കാരണം നമ്മൾ അടുത്തുള്ള തായ്ലൻഡും പിന്നെ വിയറ്റ്നാമും ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കംബോഡിയയിലും ലാവോയിലും അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്മെന്റ് വന്നിട്ടില്ല. കൂടുതലും ഗ്രാമത്തിലൊക്കെ കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളൂ, വലിയ ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ല. പിന്നെ കുറച്ച് ടൂറിസം അങ്ങനത്തെ ചെറുകിട സംരംഭങ്ങളൊക്കെ ഉള്ളൂ. അല്ല വലിയ ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷനും വിയറ്റ്നാമോ തായ്ലൻഡോ പോലെ ഉള്ള ഡെവലപ്മെന്റ് ഒന്നും ലാവോയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതൊക്കെ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് കുറച്ചൊക്കെ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാവോയുടെ ഒരു ചെറിയ ചരിത്രം നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. പണ്ട് സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ റോഡ് കിടക്കുകയാണ്. കൂടുതലും വിജനമായ സ്ഥലങ്ങൾ, ഇടയ്ക്കും പഴയ്ക്കും കാണുന്ന വണ്ടികളേ ഉള്ളൂ. ഈ കൂടുതലും ട്രെയിലർ ട്രക്കുകളൊക്കെയാണ് പോകുന്നത്. നല്ല പൊടിയാണ് ഓരോ ട്രക്ക് പോകുമ്പോഴും. ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയലും പിന്നെ ചൈനയിൽ നിന്നൊക്കെയുള്ള കാർഗോ ഒക്കെ ആയിട്ട് വരുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. നല്ല പൊടിയാണ് ഓരോ ട്രക്ക് പോയി കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ സ്പീഡൊക്കെ കുറച്ചാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പുരോഗമിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ മലമ്പ്രദേശത്തിൻ്റെ നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ട്. ഇവിടെ നല്ല മനോഹരമായ വ്യൂ ആണ്. കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള റോഡാണ്, പക്ഷെ ചുറ്റും നല്ല മലകളും നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. പിന്നെ ആകാശവും കുറച്ച് മേഘാവൃതമാണ്. ഈവനിങ് ആയി, മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഒരു ചെറിയ മൂടലുണ്ട്, മഴ പെയ്യില്ലെന്ന് വിശ്വസിക്കാം. മഴ വന്നാലാണ് റൈഡ് അലമ്പാവുന്നത്. റെയിൻകോട്ടൊക്കെ വലിച്ചെടുക്കണം. ചെറിയ റെയിൻകോട്ടൊക്കെ കയ്യിലുണ്ട്, കാര്യം ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതൊരു മഴയുടെ സീസണല്ല. നവംബറൊക്കെ ആകുമ്പോൾ സാധാരണ ലാവോയിൽ ഡ്രൈ സീസണാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇപ്പോൾ വെള്ളം മാറുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് റോഡ് നല്ല സ്മൂത്തായിരുന്നു. അപ്പോൾ ചില സ്ട്രെച്ചിലൊക്കെ പണി നടക്കുന്ന കാരണം ടാറിങ് ഒക്കെ കംപ്ലീറ്റ് ആയ സ്ട്രെച്ചുകൾ ഇടയ്ക്കുണ്ട്. ഇവിടെ റോഡ് സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പെട്ടിക്കട പോലൊക്കെ സെറ്റപ്പ് കാണുന്നുണ്ട്. പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല, ആരും കാണുന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വല്ല ടൂറിസ്റ്റ് സീസണിലോ ചില സീസണിൽ മാത്രമേ ഒരു കടകളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പം വല്ലോ അഗ്രികൾച്ചർ സീസണിലൊക്കെ വല്ലോ കൃഷി സാധനങ്ങളൊക്കെ വെച്ച് വഴിയരിയിൽ നിന്ന് വെക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ എല്ലാം കാലിയായിരുന്നു. അങ്ങനെ നമ്മൾ ലുവാങ് പ്രവാങ് അടുക്കാറാവുന്നു. ലുവാങ് പ്രവാങ്ങിന് 25 കിലോമീറ്റർ മുമ്പ് വെച്ച് തന്നെ പതുക്കെ സന്ധ്യയായി, ഇരുട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റത്തെ ഒരു 1 അവർ ലൈറ്റ് ഇട്ട് തന്നെയാണ് ഓടിക്കേണ്ടത്. പക്ഷെ വലിയ കുഴപ്പമില്ല, ട്രാഫിക് അധികം ഇല്ലതുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റും വെട്ടുണ്ടാരും ഓപ്പോസിറ്റ് ഒന്നും വരുന്നില്ല. സുഖമായിട്ട് നമ്മളങ്ങനെ ലുവാങ് പ്രവാങ്ങിൻ്റെ പരിസര പ്രദേശത്തേക്ക് എത്തിപ്പെട്ടു. നേരത്തെ നമ്മൾ അഗോഡയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലൊക്കേഷൻ മാപ്പ് ഇട്ട ഹോട്ടലിലേക്ക് തന്നെ നേരെ പോയി. ലുവാങ് പ്രവാങ്ങിൻ്റെ മെയിൻ കാഴ്ചകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെ നോക്കിയാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പം ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് നടന്നു തന്നെ പോകാൻ പറ്റും. ഹോട്ടലിൽ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7:45. ഇതിന് ഓൾമോസ്റ്റ് $26 ആയത്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇന്നും നാളെ നൈറ്റ് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നാളെയും നാളെ കഴിഞ്ഞൂടെ ലുവാങ് പ്രവാങ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഹോട്ടലിൽ 2 ദിവസത്തേക്ക് വേക്കൻസി ഉള്ളൂ. അപ്പം നാളെ കഴിഞ്ഞ് ഒരു നൈറ്റിലേക്ക് അടുത്ത് എവിടെയെങ്കിലും വേറെ ഹോട്ടലിൽ നോക്കണം. അപ്പം നേരെ പോയി ചെക്ക് ഇൻ ചെയ്തു. നല്ല റൂമായിരുന്നു, കുറച്ച് വലുപ്പമുള്ള റൂമാണ്. ഒരു ഫാമിലിയായിട്ടൊക്കെ വന്നാൽ താമസിക്കാൻ പറ്റിയ റൂമാണ്. ഏതായാലും വന്നപാടെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അതൊക്കെ പുറത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ കുത്തിയിരുന്ന് ഓടിച്ച കാരണം കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവും, കൈയും കാലും ഒക്കെ ഒന്ന് ആടണമല്ലോ. അപ്പോൾ അടുത്താണ് നല്ല അടിപൊളി ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും പിന്നെ കൊള്ളാവുന്ന ലാവോ ബിയറും ബിസ്കിയൊക്കെ 2 ദിവസത്തേക്കൊക്കെ ഉള്ള മേടിച്ച് തിരിച്ചു കൊണ്ട് റൂമിൽ വെച്ചിട്ട് അതൊക്കെ ഫുഡ് സ്ട്രീറ്റിൻ്റെ അങ്ങോട്ട് പോയി. അതിനടുത്ത് തന്നെയാണ് ഫുഡ് സ്ട്രീറ്റ്. ഒരു നൈറ്റ് മാർക്കറ്റും ഫുഡ് സ്ട്രീറ്റും എല്ലാം കൂടെ ഉള്ളൊരു ഏരിയ ആണത്. കുറേയേറെ സ്റ്റോളുകളുണ്ട് അവിടെ, പല വെറൈറ്റി ഫുഡുകൾ. അതായത് ലാവോ ഫുഡ് കൂടാതെ തന്നെ തായ് ഫുഡ്, പിന്നെ വിയറ്റ്നാമീസ്, ഈ ഫോ ബാൻമി എന്നൊക്കെ പറഞ്ഞ അവരുടെ സാൻഡ്വിച്ചും പിന്നെ സൂപ്പും ഒക്കെയാണ്, അതൊക്കെയുള്ള കടകളുണ്ട്. പിന്നെ അതുകൂടാതെ ടിപ്പിക്കൽ ഫ്രൈഡ് ചിക്കൻ, KFC ടൈപ്പ് ചിക്കന്, ബർഗർ, അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡുമുള്ള ഒരു നല്ലൊരു ഏരിയ ആണ്. സെൻട്രലി ഫുള്ള് ടേബിളും കസേരയിട്ടൊക്കെയാണ്. ആൾക്കാർക്ക് അവിടെ തന്നെ ലിക്കർ ഷോപ്പുണ്ട്. കൂടുതൽ എല്ലാവരും ബിയറാണ് കഴിക്കുന്നത്. യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ കൂടുതലും ബാക്ക് പാക്കേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമാണ്. ഹോട്ട് ഡ്രിങ്ക്സിനെക്കാട്ടി കൂടുതലും ബിയറൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടൊരു സ്റ്റേജും അവിടെ കുറച്ച് മ്യൂസിക് പ്രോഗ്രാമും പാകപ്പെടെ നല്ലൊരു ലൈവ്ലി അറ്റ്മോസ്ഫിയറാണ്.
ആൾക്കാർക്ക് കാഴ്ചകളൊക്കെ കണ്ടുവന്ന് ഈവനിങ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ ഒരു ഇന്ത്യൻ ഫുഡ് ജോയിന്റ് കണ്ടു, ഐഷ റൊട്ടി. ഐഷ റൊട്ടി എന്നുള്ള പേര് കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കാരക്കൽക്കാരൻ, തമിഴ്നാട്ടിൽ നിന്ന് കാരക്കലിൽ നിന്നുള്ള ഒരാളാണ് നടത്തുന്നത്. പുള്ളിയുടെ അപ്പൻ്റെ കാലം പോലെ അവരവിടെ ലാവോയിൽ സെറ്റിൽഡാണ്. അവർക്കവിടെ വേറെ 2 ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ്. ഈ പുള്ളിയാണ് ഈ ഐഷ റൊട്ടി നടത്തുന്നത്. ബേസിക്കലി നമ്മുടെ എഗ് റോള് പോലെ അങ്ങനെ 2-3 ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. പാൻ കേക്ക്, എഗ് റോള്, സ്വീറ്റ് റൊട്ടി, അങ്ങനെ പല വെറൈറ്റിയാണ്. സ്റ്റാഫൊക്കെ ലാവോക്കാരാണ്, പക്ഷെ അവർക്ക് ഇന്ത്യൻ സ്റ്റൈലിൽ കുക്കിംഗ് ഒക്കെ അവരെ പഠിപ്പിച്ചെടുത്ത് അങ്ങനെ ഷെയ്ക്കുമായിട്ട് കുറച്ച് നേരം വാദ്യമൊക്കെ അടിച്ചു. ഒരു റോള് മേടിച്ച് കഴിച്ചെങ്കിലും പുള്ളി കാശ് മേടിച്ചില്ല. ഇന്ത്യക്കാരനെ കണ്ട സന്തോഷത്തിന് പുള്ളി കാശ് മേടിക്കാതെ നമ്മളങ്ങനെ അവിടെ നിന്ന് റോളൊക്കെ കഴിച്ചു. കുറച്ച് നേരം കൂടെ അതിലൊക്കെ ചുറ്റി ബാക്കി സ്റ്റോളൊക്കെ കണ്ടു. അവസാനം ഇവിടുന്ന് ഈ സ്റ്റോളിൽ നിന്ന് ഡിന്നർ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ മുളക് പൊട്ടിക്കാത്തുള്ള ചോറ്, വൈറ്റ് റൈസ്, സ്റ്റിക്കി റൈസ് എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ബീഫും സ്റ്റിക്കി റൈസും കൊണ്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര മെച്ചമില്ലായിരുന്നു. ഇവിടുത്തെ ബീഫ് അത്ര ഒരു വെൽ കുക്ക്ഡ് അല്ലെന്ന് തോന്നുന്നു. ബീഫ് അത്ര ഒരു ഫ്രഷ് ആയിട്ട് തോന്നിയില്ല. എന്തായാലും കഴിച്ചു. നാളെ അറിയാൻ കുഴപ്പമല്ലോ ഉണ്ടോ. അങ്ങനെ റൈഡൊക്കെ ചെയ്ത് ടയർഡായത് കാരണം പതുക്കെ ഒരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് നടന്നു. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫാൻസി ലൈറ്റൊക്കെ വെച്ച് കളിക്കുന്നു. അങ്ങനെ വളരെ സംഭവബഹുലമൊന്നും അല്ലാതെ 370 കിലോമീറ്റർ ഓടി വന്നു. ഓൾമോസ്റ്റ് 12 മണിക്കൂർ റൈഡിനെടുത്തു. ഇനിയിപ്പോൾ നന്നായി കിടന്നുറങ്ങി. നാളെ കഴിഞ്ഞും ഡുവാങ് പ്രഭാങ്ങിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം എന്നതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഈ ഡുവാങ് പ്രഭാങ്ങിലേക്കുള്ള റൈഡിൽ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി. ഇതുപോലത്തെ യാത്രകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ചാനലാണ്, അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നാളെ ലുവാങ് പ്രഭാങ്ങിൻ്റെ ലോക്കൽ കാഴ്ചകൾ കാണാൻ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. അപ്പം ലാവോയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പം ലാവോയുടെ ചരിത്രം പറഞ്ഞതിൻ്റെ ബാക്കി. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ലാവോയെ പറ്റി